ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലോ ഓഫ് അട്രാക്ഷനിലെ വിവിധതരം ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ലൈഫിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. എന്നാൽ വലിയൊരു ശതമാനം ആൾക്കാർക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്തതിനുള്ള കാരണം ഈ പറയാൻ പോകുന്ന 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസാണ്, അല്ലെങ്കിൽ 4 റൂൾസ് എന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു തിയറി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായി തന്നെ നമ്മളെ ചിന്തകളാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. സത്യത്തിൽ അത് ശരിയല്ല. മറിച്ച് ഏതൊരു ചിന്തയിലാണോ ഇമോഷൻസ് ഉള്ളത് അതാണ് നമ്മളെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹം ജനിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മളെ ചുറ്റുപാടുകളുടെ സ്വാധീനം വരുന്നുണ്ട്. നമ്മളെ കൂട്ടുകാരുടെ, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, നമ്മളുടെ മനസ്സിൻ്റെ ഒരു മെൻ്റൽ സ്റ്റേജ് എല്ലാമാണ് നമ്മളെ ആഗ്രഹങ്ങളെ ചെറുതോ വലുതോ ആയിട്ട് മാറുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ദരിദ്രപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളും ഫ്രണ്ട്സും എല്ലാം തന്നെ ഇങ്ങനെ സാമ്പത്തികമായി താഴ്ന്ന ഒരു വ്യക്തിയോടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത് എങ്കിൽ നിങ്ങളുടെ ലോകം അതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു റിച്ച് ആയിട്ടുള്ള ഫ്രണ്ട്സും ചുറ്റുപാടുകളും സാഹചര്യമാണെങ്കിൽ നമ്മളെ മനസ്സ് എപ്പോഴും പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണം നല്ല രീതിയിൽ വേണം എന്നുള്ള ചിന്താഗതിയിലേക്ക് മാറും. അതെന്താണ്? നിങ്ങളുടെ ഫ്രണ്ട്സ്, ചുറ്റുപാടുകൾ, സാഹചര്യം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എല്ലാം തന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഞാൻ പറഞ്ഞ ഈ 4 റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിന്തകൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെഗറ്റീവായി ചിന്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും. കാരണം അതിന് ഇമോഷൻസ് ഉണ്ട്. പോസിറ്റീവായിട്ട് എത്ര ചിന്തിച്ച് കഴിഞ്ഞാലും അതിൽ ഇമോഷൻസ് ഇല്ല. അന്നേരം അതായത് ഫസ്റ്റത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തോട്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇമോഷൻസ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോ ഓഫ് വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് ഇമോഷൻസ്, അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എത്ര പോസിറ്റീവായി ചിന്തിച്ച് കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ വേദനയോ വിഷമോ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന അത്തരം വ്യക്തികളെയും സാഹചര്യങ്ങളായിരിക്കും. എന്നാലും നമ്മൾ ഓരോ തോട്ട്സിനും ഏത് ഇമോഷൻസാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്നാൽ മാത്രമേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് വളരെ എളുപ്പം നടക്കുകയുള്ളൂ. തെരുവിലുള്ള ഒരു വ്യക്തി, ഒരു യാചകന് പോലും കോടീശ്വരനാണെന്ന് ആഗ്രഹിക്കുക. മറിച്ച് ആ ഒരു കോടീശ്വരനാണ് ആഗ്രഹിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഇമോഷൻസ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളും അദ്ദേഹത്തിൻ്റെ ചിന്തയുമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് എല്ലാം തന്നെ അദ്ദേഹത്തിന് ആ ഒരു കോടിയിലേക്ക് എത്താനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേർഡ്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള, അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് മറ്റുള്ളവർ ഷെയർ ചെയ്യുക, കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറയുന്ന വേർഡ്സ്, അതായത് ഇങ്ങനെ ഒരു ബൈബിളിലൊരു വചനമുണ്ട്, ആദിയിൽ വചനമുണ്ടായി, ആ വചനം ദൈവത്തോടൊപ്പമായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്നുള്ളത്. അതായത് വചനം എന്ന് പറയുന്നത് വേർഡാണ്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഹിന്ദു പുരാണത്തിലും പറയുന്നുണ്ട്, ആദ്യമായിട്ടുള്ള ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയേഷൻ്റെ ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓങ്കാരമാണ്. നിങ്ങൾക്ക് ഖുറാനിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വാചകങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ്സിന് വളരെയധികം പവറുണ്ട്. കാരണം യൂണിവേഴ്സ് നമ്മളെ ഫീലിങ്സിനും നമ്മളെ വേർഡ്സിനാണ് പ്രാധാന്യം കൊടുക്കുക. ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അവർ സമ്പന്നനാണെങ്കിൽ പോലും അവരുടെ വാക്കുകളെല്ലാം തന്നെ വളരെ താഴ്ന്ന, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത, ഇല്ല എന്ന രീതിയിൽ പറയുകയാണ് ചെയ്യുക. ഈ പറയുന്നതനുസരിച്ച് അവരുടെ ലൈഫ് ഒരു 10-15 വർഷം കഴിഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് അവരുടെ ലൈഫ് എപ്പോഴും അതായത് അവരെ ആ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വന്നെത്തിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? അവരുടെ വേർഡ്സ് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള വേർഡ്സാണ്. ഉണ്ടെങ്കിൽ പോലും അവരതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിലേക്കോ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. അതിനെന്ത് സംഭവിച്ചു? യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം തന്നെ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയിട്ട് അവർ വീണ്ടും താഴേക്ക് പോവുകയാണ് ചെയ്യുക. മറ്റു ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഷോപ്പ് നടത്തിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് ചില വ്യക്തികൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടാകുക. മറിച്ച് അവരുടെ ലൈഫിനെ നോക്കുന്ന സമയത്ത് എപ്പോഴും ദുരന്തങ്ങളും വേദനകളും മാത്രം ഉണ്ടെങ്കിൽ പോലും അവർ വേർഡ്സും അവരുടെ ഡ്രീംസിനെ കുറിച്ചാണ് സംസാരിക്കുക. ഒന്ന് ഗൾഫിൽ പോകണം, എന്നിട്ട് പണം സമ്പാദിക്കണം, നാട്ടിൽ വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിയിൽ പറഞ്ഞ ഏകദേശം 4-5 വ്യക്തികളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇന്ന് അവരെല്ലാം തന്നെ ഗൾഫിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് സ്ഥലങ്ങൾ മേടിച്ചിട്ട് അവിടെയും ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ ചുറ്റുപാടുകളെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവരെ തോട്ട്സും ഫീലിങ്സും വേർഡ്സും വളരെ രീതിയിൽ അലൈൻ ചെയ്തിട്ടാണ് ഉള്ളത്. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എന്നുള്ളതാണ്. ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് വേണം.
ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം കൂടുന്നുള്ള കാര്യം നമ്മളെ മൈൻഡ് സെറ്റിൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ള മാത്രമാണ്. ഈ ടെക്നിക്സ് എല്ലാം തന്നെ നമ്മളൊരു സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് മാത്രം കരുതുക. ഈ ടെക്നിക്സ് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു കോടിയോ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. നിങ്ങളുടെ ആക്ഷൻസും നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് മാത്രമേ ഈ ടെക്നിക്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനിയാണ് അടുത്ത നാലാമത്തതും ഏറ്റവും വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പയർഡ് ആക്ഷൻ എന്നുള്ളതാണ്. ഇൻസ്പയർഡ് ആക്ഷൻ അതെന്താണ്? അതായത് നമുക്കൊരു മോട്ടിവേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആക്ഷൻസാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ. എൻജിനീയറിങ് ഞാൻ പഠിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ ആ സമയത്ത് ഒരു 90 കിഡ്സിനെ അറിയാം. അതായത് എൻജിനീയറിംഗ് ഒരു ട്രെൻഡിങ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊരു ബൂമുള്ള സമയമായിരുന്നു. അതായത് നമ്മളെ ഫ്രണ്ട്സെല്ലാം എഞ്ചിനീയറിംഗ് ചേർന്നു. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ശപിച്ചുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്തത്. കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ നിങ്ങളെ കൈകളിലേക്കും എല്ലാം തന്നെ പണം വരികയുള്ളൂ എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, തോട്ട്സ്, ഇമോഷൻ, അതായത് TE പിന്നെ WA എന്നുള്ള TWA എന്ന് പറയുന്ന ഈ 4 കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എളുപ്പം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.